നമസ്കാരം പ്രിയമുള്ളവരെ, ഏറ്റവും ദുഃഖകരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട ദിവസമാണിത്. ഞാൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് യാദൃച്ഛികമായി ഈ സ്വതന്ത്ര ചിന്തകൻ എന്ന് അവകാശപ്പെടുന്ന ആരിഫ് ഹുസൈൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കുന്നതിനിടയായി. അതിൽ അയാൾ ചെയ്തിരിക്കുന്ന പോസ്റ്റ് കണ്ട് സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം അയാളുടെ ഉമ്മ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, ഒരു മണിക്കൂറിന് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. അയാൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ഉമ്മ, ജിഹാദി ഉമ്മ, ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലികൾ. വളരെ വിഷമം തോന്നി ആ പോസ്റ്റ് കണ്ടിട്ട്. കാരണം ആരിഫ് ഹുസൈൻ അയാളുടെ വിശ്വാസം ഉപേക്ഷിച്ച് നിരീശ്വരവാദിയായി മാറി. അയാൾ ഖുറാനെയും ഹദീസിനെയും ഒക്കെ എതിർക്കുന്നു, വിമർശിക്കുന്നു. ഖുറാനെയും ഹദീസിനെയും പറ്റി ഇല്ലാത്ത കഥകളൊക്കെ പറയുന്നു. അതിനുവേണ്ടി അയാൾ നിരന്തരമായി സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്നു. വലിയ രീതിയിലുള്ള വരുമാനം അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്നു. സംഘികളെയും മറ്റുള്ളവരെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചും പ്രകോപിപ്പിച്ചുമൊക്കെ അയാൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നു. പക്ഷേ നമ്മൾ വിവിധ തലങ്ങളിലൂടെ കടന്നു പോയേക്കാം, വിവിധ ആദർശങ്ങളിലൂടെ കടന്നു പോയേക്കാം. പക്ഷെ നമ്മുടെ ഉമ്മ എന്ന് പറയുന്ന ഒരു സത്യമുണ്ട്. ആ സത്യത്തേക്ക് നമ്മളെപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നമ്മളിൽ പലർക്കും നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമാകുമ്പോഴോ അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ സഹായിക്കുവാൻ പറ്റാത്ത വിഷമകരമായ സാഹചര്യം ഉണ്ടാകാം. പക്ഷേ നമ്മുടെ ഉമ്മ, ഉപ്പ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഹൃദയത്തോട് തന്നെ ചേർത്ത് പിടിക്കുന്ന വികാരങ്ങളാണ്. പക്ഷേ സ്വന്തം ഉമ്മ വിശ്വാസിയായതിൻ്റെ പേരിൽ ഈ മകൻ വഴിപിഴച്ചു പോയപ്പോൾ അവനെ കൂടെ ചേർക്കാത്തതിൻ്റെ പേരിൽ, അവനെ കുടുംബത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതിൻ്റെ പേരിൽ, ഉമ്മ മരിച്ചു പോയപ്പോൾ ജിഹാദി ഉമ്മ, ഹൂറന്മാരെ കിട്ടാത്തതിന് വേണ്ടി വിഷമിക്കുന്ന ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുകയാണ്. കാരണം ഒരു മകൻ ഒരു ഉമ്മയെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുമോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത ഹൃദയവേദന ഉണ്ടാകുകയാണ്. നമുക്ക് പലർക്കും ഉമ്മായും മാപ്പായും ഒക്കെ ഉണ്ട്, അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെക്കുറിച്ചൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഈ ഡാഷ് ഫോൺ എഴുതി വിടുന്നത് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. കാരണം മിക്കപ്പോഴും ഏതു മതത്തിലായാലും അവൻ വിശ്വാസം മുറുകെ പിടിക്കുന്നതായിരിക്കും നല്ലത്. ഹിന്ദുവായാലോ ക്രൈസ്തവനായോ മുസൽമാനായോ ഒക്കെ നമ്മൾ വിശ്വാസം മുറുകെ പിടിക്കണം. കാരണം നമ്മുടെ മാതാപിതാക്കളുടെ പരിപാലനം അത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മമാണെന്ന് വിശ്വസിക്കുന്ന മതങ്ങളാണ് മിക്ക മതങ്ങളും. അതുകൊണ്ട് തന്നെ ഈ മതവിശ്വാസികളൊക്കെ അവരുടെ മാതാപിതാക്കന്മാരെ ചേർത്ത് പിടിക്കും. അവർക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെയും അവരുടെ വാർദ്ധക്യകാലത്ത് പകർന്നു നൽകും. സഹോദരങ്ങളുമായിട്ട് ഹൃദയബന്ധം സൂക്ഷിക്കും. ബന്ധങ്ങൾ മുറിച്ചു കളയാതെ ഒക്കെ ശ്രദ്ധിക്കും. പക്ഷേ ഈ നിരീശ്വരവാദികൾ, ഈ സ്വതന്ത്ര ചിന്തകർ എന്ന് അവകാശപ്പെടുന്ന നിരീശ്വരവാദികളൊക്കെ അവർക്ക് മരിച്ചാൽ ദൈവമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ അവർ സ്വന്തം ഉമ്മ മരിച്ചാലും വാപ്പ മരിച്ചാലും ഒക്കെ ഇങ്ങനെ കമൻ്റ് ഇട്ട് രസിച്ചുകൊണ്ടേ ഇരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ആരിഫ് ഹുസൈൻ്റെ കമൻറ്റ് അത് കാണുമ്പോൾ വല്ലാതെ വിഷമമുണ്ടാകുന്നുണ്ട്. ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞ ഉമ്മ, എൻ്റെ ജിഹാദി ഉമ്മ എന്ന പോസ്റ്റ് കാണുമ്പോൾ ഒരു ഉമ്മയെക്കുറിച്ച്, ഉമ്മയുടെ മരണസമയത്ത് മകൻ ഇടേണ്ട പോസ്റ്റാണോ ഇതെന്ന് തോന്നിപ്പോകുന്നു. കാരണം നമ്മുടെ മക്കളെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും ഒക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ നിരീശ്വരവാദികളുടെ ഒക്കെ പിടിയിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിച്ച് ചേർത്ത് പിടിച്ചുകൊള്ളുക. കാരണം ഈ നിരീശ്വരവാദികളുടെ ഒക്കെ അടുത്ത് പോയി ഈ നിരീശ്വരവാദത്തിൻ്റെ വിത്ത് അവരുടെ മനസ്സിൽ പാകപ്പെട്ടു പോയാൽ നമ്മൾ മരിച്ചു പോകുമ്പോഴും നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ കമൻ്റ് ഇടുന്ന ഒരവസ്ഥയിലെത്തും. നമ്മുടെ ഉപ്പ മരിച്ചുപോയി, ജിഹാദി ഉപ്പ എന്നൊക്കെ പറഞ്ഞ്, ഹൂറിമാരെ തേടിപ്പോകുന്ന ഉപ്പ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ വരാതെ നമ്മുടെ എല്ലാവരെയും ദൈവം കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.